പരസ്പരമുള്ള കലഹത്തിൽ, അക്രമത്തിൽ ഏതെങ്കിലും വിശ്വാസികൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ പറയുന്നു, ഒരു പട്ടിക്കുറുക്കനും വിശ്വാസികളെ തിരിഞ്ഞു നോക്കില്ല. സീറോ മലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാർ അവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സമയങ്ങളിൽ അവർ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരുന്നാൽ, അവർ ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ പണി പകരം ചെയ്യാനുള്ള മെത്രാന്മാരുടെ പകരക്കാരല്ല വിശ്വാസികൾ. വിശ്വാസികളുടെ കൈകളിൽ അധികാരങ്ങളില്ല. അധികാരമുള്ളത് സിനഡിന്റെ. വിശ്വാസികളുടെ കൈകളിലുള്ള അധികാരം എന്ന് പറയുന്നത് വിശ്വാസികളെ, പൊതുസമൂഹത്തെ ഉള്ള ബോധവൽക്കരണം. അതിനപ്പുറത്തേക്ക് സ്വന്തം തറവാടും കുടുംബവും സഭയെ നശിപ്പിക്കാൻ കള്ളക്കത്തനാരുമാർ ഇറങ്ങിയാൽ, മെത്രാന്മാർ പരാജയപ്പെടുന്നിടത്ത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്യാതെ പരാജയപ്പെടുന്നിടത്തല്ല, നിങ്ങൾ ഏതറ്റം വരെയും പോയി പല രീതിയിൽ പരിശ്രമിച്ച് തളരുന്നിടത്ത്, പരാജയപ്പെടുന്നിടത്ത് മാത്രം. അതുകൊണ്ട് മെത്രാന്മാരുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെയും ഒരു നിശബ്ദമായ സ്ട്രാറ്റജിക്കലി ഒരു വിളിയുണ്ട്, ഒരു ആഹ്വാനം. വിശ്വാസികളെ കൊലക്കളത്തിൽ ഇറക്കാനുള്ള ആഹ്വാനം. ഇറങ്ങുന്ന വിശ്വാസികളെ അതിരൂപത ആക്രമിക്കപ്പെടുന്നു, ഞങ്ങളെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നു. ഞാൻ ഇനി പറയും, ഇത്ര നാൾ ഞാൻ മാറ്റി പറഞ്ഞു, ഇറങ്ങാൻ പറഞ്ഞു. പക്ഷെ ഇനി ഞാൻ പറയും, ഒരു വിശ്വാസികളും ഇറങ്ങരുത്. ഒരുപക്ഷെ ഞാനത് പറയുമ്പോൾ നിരവധി വിശ്വാസികൾ എന്നെ കല്ലെറിയും. ഞാനിവർക്കെതിരാണെന്ന് പറയും. ഞാൻ MTN സംഘടനയുടെ വ്യക്തമാണെന്ന് പറയും. മറ്റു വിശ്വാസികൾക്കെതിരാണെന്ന് പറയും. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നിങ്ങൾക്കത് ഇപ്പോൾ മനസ്സിലാവില്ല. എന്നെ നിങ്ങൾ കുറ്റം പറഞ്ഞുള്ളൂ, കല്ലെറിഞ്ഞുള്ളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സമയമെടുക്കും. മെത്രാന്മാർ നിങ്ങളെ ചതിച്ചുവെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വൈകും. ആ ചതി പല രീതിയിൽ കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ. കൊലക്കളത്തിലേക്ക് വിളിച്ചിറക്കും. എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ, പരസ്പരമുള്ള കലഹത്തിൽ, അക്രമത്തിൽ ഏതെങ്കിലും വിശ്വാസികൾക്ക് എന്തെങ്കിലും പറ്റിയാൽ, ഞാൻ പറയുന്നു, ഒരു പട്ടിക്കുറുക്കനും വിശ്വാസികളെ തിരിഞ്ഞു നോക്കില്ല. എന്തെങ്കിലും പറ്റിയാൽ, സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ആ വിശ്വാസികൾ ആ കുടുംബത്തിൽ കിടന്ന് നരകിക്കും. ഒരാളും തിരിഞ്ഞു നോക്കില്ല. പക്ഷേ അൽമായ മുന്നേറ്റക്കാർക്ക് എന്തെങ്കിലും പറ്റിയാൽ, നമ്മൾ വിശ്വാസികൾ നേർച്ചയിടുന്ന പണം കൊണ്ട് ആ കുടുംബത്തെ അൽമായ മുന്നേറ്റക്കാർ, അവരുടെ കത്തനാരുമാർ വാരിക്കോരി കൊടുക്കും. കാരണം കട്ടെടുക്കാൻ മടിയില്ലാത്തവരാണ് കള്ളക്കത്തനാരുമാരും അത് വിഴുകുന്ന അൽമായ മുന്നേറ്റക്കാരും. ഒരു സഭയും ഒരു ആപത്തിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, പ്രത്യേകിച്ച് MTNS എന്ന് പറയുന്ന സംഘടനയും സംഘടനയിലെ വിശ്വാസികളെ, അനുഭാവികളെ, ഇവരുടെ കൊലക്കളത്തിലേക്ക് നമ്മൾ കൊണ്ട് തലവെച്ച് കൊടുക്കരുത്. അങ്ങനെ തലവെച്ച് കൊടുക്കണമെങ്കിൽ സമയമായിട്ടില്ല. മെത്രാന്മാർ ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു കാണിക്കട്ടെ, പുറത്താക്കട്ടെ. കത്തനാരിമാരെ പുറത്താക്കാൻ അധികാരമുള്ളവരെ അവർ ചെയ്യട്ടെ.